ഇന്ന് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അസുലഭ മുഹൂർത്തമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് യൗമു തർവിയയാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. എന്താണ് യൗമു തർവിയ? പല ആളുകളും കേട്ടിട്ടുണ്ടാകും. ഹജ്ജിനും ഉംറക്കും പോയ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഈ വീഡിയോ കാണുന്നവരുണ്ടാകും. അവർക്കെല്ലാവർക്കും അറിയാം യൗമു തർവിയ എന്താണെന്ന്. എന്നാൽ അറിയാത്ത ഒരുപാട് പേരുണ്ടാകും. പല ആളുകളും സംശയം ചോദിച്ചിട്ടുണ്ട്, ഉസ്താദേ, ബലിപെരുന്നാൾ അവിടെ ഹാജിമാര് ആഘോഷിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. അറഫാ ദിവസം അവിടെ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിവിടെ അറഫാ ദിനം ആചരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വ്യത്യാസമുണ്ടല്ലോ, ഇതെങ്ങനെ ശരിയാകും? എന്താണ് ഇതിൻ്റെ മറുപടി? ദുൽഹിജ്ജ മാസത്തിൻ്റെ ഈ ദിവസത്തിൽ നമ്മൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ സ്മരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മേൽ ഒരുപാട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. എങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക? ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നാണ് അവർക്ക് ദുൽഹിജ്ജ 8, നമുക്ക് നാളെയാണ്. നാളെ ദുൽഹിജ്ജ 8 യൗമു തർവിയയാണ്. യൗമു തർവിയയിൽ എങ്ങനെയാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത്? ആ നോമ്പിൻ്റെ നിയ്യത്ത് എന്താണ്? അങ്ങനെ ഒരു മനുഷ്യൻ നാളെ യൗമു തർവിയ ദിവസത്തിൽ നോമ്പ് പിടിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഇന്ന് നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട, അറിയേണ്ട, മനസ്സിലാക്കേണ്ട കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ദുആകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറുകൾ പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഈ വർഷത്തെ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഹാജിമാരെല്ലാവരും മിനയിലേക്ക് പോവുകയാണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം യൗമു തർവിയയാണ്. എന്താണ് ഈ യൗമു തർവിയ? പല ആളുകളും കേട്ടിട്ടുണ്ടാകും. ഹജ്ജിനും ഉംറക്കും പോയ ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഈ വീഡിയോ കാണുന്നവരുണ്ടാകും. അവർക്കെല്ലാവർക്കും അറിയാം യൗമു തർവിയ എന്താണെന്ന്. എന്നാൽ അറിയാത്ത ഒരുപാട് പേരുണ്ടാകും. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഒരു കരുതലിൻ്റെ ദിവസം എന്നാണ്. കരുതലിൻ്റെ ദിവസം. ഈ പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. യൗമു തർവിയ എന്ന് ഈ ദുൽഹിജ്ജ 8 യൗമു തർവിയ എന്ന് പേര് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹിജ്ജ 7 ആണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 8 ആണ് അവർക്ക്. ഒരു ദിവസം കൂടുതലാണ്, ഒരു ദിവസം നമ്മേക്കാൾ മുന്നിലൂടെയാണ് അവർ സഞ്ചരിക്കുക. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും, ഉസ്താദേ, അതെങ്ങനെയാണ് ശരിയാവുക? അവിടെ അറഫാ ദിവസം കഴിഞ്ഞാണ് നമുക്ക് അറഫാ ദിവസം വരിക, അവിടെ ബലിപെരുന്നാൾ കഴിഞ്ഞാണ് നമുക്ക് ബലിപെരുന്നാൾ വരിക. ഒരു ദിവസം അങ്ങനെ നമ്മൾ പിന്തിയും മുന്തിയും നിൽക്കുന്നത് അത് യോജിക്കാമോ എന്ന പല സംശയവും പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്, പല ആളുകളും ചോദിച്ചിട്ടുമുണ്ട്. അത് നമ്മളങ്ങനെ വലിയ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമല്ല. അത് ലോകത്തിൻ്റെ സംവിധാനത്തിൽ വരുന്ന മാറ്റമാണ്. സൂര്യൻ എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല ഉദിക്കുന്നത്. അതിങ്ങനെ ഉദിച്ചുദിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ പ്രകാശം ഓരോ സ്ഥലത്തും അടിച്ചടിച്ചടിച്ച് അവസാനം അത് ഏത് സ്ഥലത്താണോ പൂർണ്ണമായും വന്ന് അവസാനിക്കുന്നത്, ആദ്യം ഉദിച്ച സ്ഥലത്തത് രാത്രിയാകും, പിന്നെ ഇവിടെ പകലാകും, ഇവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകലാകും, അങ്ങനെ മാറിയും തിരിഞ്ഞും വരും. അത് ലോകത്ത് പടച്ചവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. ലോകത്ത് എല്ലാ സമയത്തും ഒരേപോലെയല്ല. ഒരു സ്ഥലത്ത് ചൂടാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തണുപ്പായിരിക്കും, ഒരു സ്ഥലത്ത് പകലാണെങ്കിൽ ഒരു സ്ഥലത്ത് രാത്രിയായിരിക്കും. അത് സ്വാഭാവികമാണ്. സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെക്കാൾ ഏകദേശം 2.5 മണിക്കൂർ മുന്നിലാണ് നമ്മളുള്ളത്. നമ്മേക്കാൾ 2.5 മണിക്കൂർ പിറകിലാണ് അവരുള്ളത്. അതൊക്കെ ഒരു സംവിധാനമാണ്. അതുകൊണ്ട് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഒരു നാട്ടിൽ നമ്മൾ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ ആ കാലാവസ്ഥക്കനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവേണ്ടത്, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത്. നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുള്ള, എൻ്റെ വീട് തിരുവനന്തപുരത്താണെങ്കിൽ അവിടെ ഞാൻ എല്ലാ ദിവസവും മഗ്രിബ് നമസ്കരിക്കുന്നത് 6:30 ബാങ്ക് വിളിക്കുമ്പോഴാണ്. ഞാനൊരു ദിവസം യാത്ര ചെയ്ത് കാസർഗോഡ് എത്തി. കാസർഗോഡ് ഉദാഹരണത്തിന് 7 മണിക്കാണ് മഗ്രിബ് ബാങ്ക് എങ്കിൽ എൻ്റെ നാട്ടിൽ 6:30 ബാങ്ക് വിളിക്കുന്നത് കൊണ്ട് ഞാൻ 6:30 നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ നിസ്കാരം ശരിയാവില്ല. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ടൈം ആയി വരുന്നതേ ഉള്ളൂ. ഈ അറബി ഡേറ്റുകളൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചന്ദ്രപ്പിറവി കാണുന്നതനുസരിച്ചാണ്. നമ്മേക്കാൾ ഒരു ദിവസം മുന്നേ ദുൽഹിജ്ജയുടെ ചന്ദ്രപ്പിറവി ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടതുകൊണ്ട്
അവർ നമ്മേക്കാൾ ഒരു ദിവസം മുന്നേ സഞ്ചരിക്കുന്നു, നമ്മൾ ഒരു ദിവസം പിറകെയായിട്ട് സഞ്ചരിക്കുന്നു, അത്രമാത്രം. അതിൽ വലിയ വ്യാകുലപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അതിനാൽ നമ്മുടെ നാട്ടിൽ ചന്ദ്രപ്പിറവി അനുസരിച്ച് ഏതാണോ ഡേറ്റ് ഉള്ളത് അതനുസരിച്ചാണ് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ നമ്മൾ തർത്തീബ് ചെയ്യേണ്ടത്. ഇപ്പോൾ പറഞ്ഞു വന്നത് യൗമുത് തർവിയ അങ്ങനെ പേര് വരാനുള്ള കാരണം ഒരു കരുതി വെക്കലിൻ്റെ ദിനം എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ കാലത്തുള്ള ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർ ഹജ്ജിന് പോകുമ്പോൾ യൗമുത് തർവിയ, അതായത് ദുൽഹിജ്ജ 8 മിനയിലേക്ക് അവർ ആദ്യമായി ഹജ്ജിൻ്റെ കർമ്മങ്ങൾ തുടങ്ങുകയാണ്. മിനയിലേക്ക് അവർ പോകുന്ന സമയത്ത് മിനയിലേക്ക് അവർ ഒരുപാട് വസ്തുക്കളിൽ സംസം വെള്ളം ശേഖരിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഇന്നത്തെ പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ, പൈപ്പ് സംവിധാനങ്ങൾ ഒന്നുമില്ലാത്ത കാലഘട്ടമാണ്. അന്ന് എന്ത് ചെയ്യുമായിരുന്നു? വലിയ പാത്രങ്ങളിൽ അവർ സംസം വെള്ളം നിറച്ച് അതുപോലെ മറ്റ് അവശ്യ സാധനങ്ങളൊക്കെ നിറച്ച് മിനയിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു കരുതി വെക്കൽ അവർക്കുണ്ടായതുകൊണ്ട് കരുതി വെക്കലിൻ്റെ ദിനം യൗമുത് തർവിയ എന്ന് പേര് വരാൻ കാരണമെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതല്ലാതെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു വന്നത് യൗമുത് തർവിയ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് യൗമുത് തർവിയയാണ്, അതായത് അവർ മിനയിലേക്ക് പോകുന്ന ഒരു സന്ദർഭമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദുൽഹിജ്ജ 7 അപ്പോൾ അവർക്ക് അവിടെ യൗമുത് തർവിയ ആയതുകൊണ്ട് അവരെല്ലാവരും മിനയിലേക്ക് പോകുന്നത് കൊണ്ട് നമ്മളും മാനസികമായി ആ ഹാജിമാരോട് ചേർന്ന് നിൽക്കുക. ഇവിടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ശ്രദ്ധേയമായ ഒരു ഹദീസ് ഉണ്ട്. എന്താ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്? മൻ അഹ്യ ലയാലിയൽ ഖംസ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 രാവുകൾ 5 രാത്രികൾ അവൻ ഹയാത്താക്കിയാൽ എന്ന് പറഞ്ഞാൽ ഉറക്കമെല്ലാം മാറ്റിവെച്ച് ഖുർആനോത്ത്, നിസ്കാരം, തസ്ബീഹ് അതല്ല ഉദ്ദേശിക്കുന്നത്. അവനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും അവൻ ആ രാത്രികളിൽ ചെയ്താൽ, 5 രാത്രികളിൽ ചെയ്താൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗ നിർബന്ധമായി അവനെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് കടത്തും, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നൊന്നുമല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗം നിർബന്ധമായി എന്നാണ്. അവൻ മസ്റ്റാണ്, സ്വർഗ്ഗത്തിൽ കടക്കും 5 രാത്രികളിൽ അവൻ ഹയാത്താക്കിയാൽ, അതായത് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദിക്റുകളും സ്വലാത്തുകളും പറഞ്ഞാൽ. അതിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ലൈലത്തുത് തർവിയ, യൗമുത് തർവിയയുടെ രാത്രിയാണ്, അതായത് ദുൽഹിജ്ജ 8 രാത്രിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, കേരളക്കാരായ മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ലൈലത്തുത് തർവിയ നാളെയാണ്. അതായത് ഇന്നത്തെ രാത്രി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഹയാത്താക്കി കഴിഞ്ഞാൽ, എങ്ങനെ ഹയാത്താക്കുക? അവനക്ക് നിസ്കാരം കൊണ്ടോ അല്ലെങ്കിൽ തസ്ബീഹുകൾ കൊണ്ടോ മറ്റു ഖുർആൻ പാരായണങ്ങൾ കൊണ്ടോ അവൻ ഹയാത്താക്കിയാൽ, രാത്രി മുഴുവനും ഇബാദത്ത് എടുക്കണം എന്നല്ല ഇതിൻ്റെ ഉദ്ദേശം. അവനിക്ക് പറ്റുന്ന രീതിയിൽ അവൻ ഇബാദത്ത് എടുത്താൽ അല്ലാഹു തആല അവനിക്ക് വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗം നിർബന്ധമായി എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത്, യൗമുത് തർവിയ ഇന്ന് ഹാജിമാർക്ക് അവിടെ യൗമുത് തർവിയയാണ്, നാളെയാണ് നമുക്ക് യൗമുത് തർവിയ ഉള്ളത്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി യൗമുത് തർവിയയുടെ രാവുമാണ്. അതുകൊണ്ട് മസ്റ്റായി നമുക്ക് സമയം കളയാനില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുമെന്ന് ഇപ്പോഴേ നമ്മൾ നിയ്യത്ത് ചെയ്യുക. ഇനി ഏതൊക്കെ കർമ്മങ്ങളാണ് ഇന്നത്തെ രാത്രി നമുക്ക് ചെയ്യാനുള്ളത്? എൻ്റെ ഉമ്മമാരും ഉപ്പമാരും കേട്ടോളി. പരിശുദ്ധമായ മഗ്രിബ് നമസ്കാരം, ഇശാ നിസ്കാരം, അതുപോലെ കടന്നു വരുന്ന സുബഹി നമസ്കാരം, ഈ 3 നിസ്കാരത്തിൻ്റെയും ജമാഅത്ത് ഒരു പുരുഷനും ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ മക്കളുണ്ടാവും, ആൺകുട്ടികളുണ്ടാകും, അവരെയൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുക മസ്റ്റായി. അതോടൊപ്പം തന്നെ ആ ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ എന്തായാലും അവർ നിസ്കരിച്ചിരിക്കണം. കാരണം ഇന്നത്തെ രാത്രി ഹയാത്താക്കിയാലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഹയാത്താക്കുമെന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമൊഴിച്ച് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം എന്നൊന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും ഖൈറാൻ. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ ജോലിക്ക് പോവേണ്ട ആളുകളാണ്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഇബാദത്ത് എടുക്കുക ഇന്നത്തെ രാത്രിയിൽ. അങ്ങനെ എടുത്താൽ വജബത്ത് ലഹുൽ ജന്ന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിച്ചു, സ്വർഗ്ഗം അവനിക്ക് നിർബന്ധമായി. അതുകൊണ്ട് ഈ പറയുന്ന ഫർദ് നിസ്കാരങ്ങൾ ജമാഅത്തായി, എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുണ്ടാവാം, അല്ലെങ്കിൽ മരുമക്കളുണ്ടാവാം. ആരാണോ ഉള്ളത് അവിടെയുള്ള ആളുകളുമായിട്ട് എന്ത് ചെയ്യുക? ജമാഅത്തായി നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ
പരിശുദ്ധമായ ഖുർആൻ ഇന്നത്തെ രാത്രി ചെയ്യേണ്ടതാണ്. യൗമുത് തർവിയയുടെ രാവാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. നാളെയാണ് നമുക്ക് ദുൽഹിജ്ജ 8. അതുകൊണ്ട് ഇന്നത്തെ രാവിൽ നമ്മൾ സൂറത്ത് യാസീൻ മറന്നു പോവണ്ട. സൂറത്ത് യാസീൻ, സൂറത്തു ദുഖാൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ മുൽക്ക്, അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമ്മൾ സ്ഥിരമായി രാത്രികളിൽ ഓതേണ്ട സൂറത്തുൽ ഫജ്ർ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ മുഅവ്വിദത്തൈനി, ഇതെല്ലാം പരമാവധി ഓതുക. ഇതെല്ലാം ഓതാൻ ഒരു അരമണിക്കൂർ മതി. നമ്മൾ അശ്രദ്ധമായി പോകുന്ന സമയങ്ങളൊക്കെ കൂട്ടിവെച്ചാൽ ഈ അരമണിക്കൂറിനേക്കാൾ ഏറെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അരമണിക്കൂർ നമ്മൾ മസ്റ്റായിട്ട് ഇരുന്നിട്ട് ഈ ആയത്തുകളും ഈ സൂറത്തുകളൊക്കെ നമ്മൾ പരമാവധി പാരായണം ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരുപാട് ദിക്റുകൾ നമുക്ക് ഈ ഒരു സമയത്ത് ചെല്ലാൻ മഹാന്മാർ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാ. ആ ദിക്ർ തന്നെ എത്രയോ ശ്രേഷ്ഠമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ ഇന്നത്തെ രാത്രിയിലും അതുപോലെ നാളെ കടന്നു വരുന്ന പകല് പിന്നെയുള്ള പെരുന്നാളിന് മുമ്പുള്ള ഏതൊക്കെ സമയങ്ങളുണ്ടോ മുഴുവൻ സമയത്തും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒന്ന് ദിക്ർ പറയുക. അതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്നും ചേർത്ത് കൊടുക്കാം. അത് നമ്മൾ പറയുക. അതുപോലെ മറ്റൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൻ്റെ ഹറക്കത്തുകളും അതല്ലെങ്കിൽ അതിൻ്റെ ലഫ്ദുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്റുകൾ. ഇങ്ങനെ ഒരുപാട് ദിക്റുകളുണ്ട്. അതുപോലെ സ്വലാത്ത്, അറിയാവുന്ന സ്വലാത്ത്, അദദു സ്വലാത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല. അത് ചൊല്ലിയാൽ നമുക്ക് എത്ര പ്രാവശ്യമാണോ നമ്മൾ ചൊല്ലുന്നത് അതിൻ്റെ ഇരട്ടി പ്രതിഫലമാണ് കിട്ടുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല എന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അത് നോക്കിയോ അല്ലെങ്കിൽ അത് മനപ്പാടമുള്ള ആളുകൾ അങ്ങനെയോ ഒക്കെ ചൊല്ലിയാൽ വളരെ ശ്രേഷ്ഠമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇനി ചേർത്തില്ല എന്ന് വെച്ച് കുഴപ്പവുമില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല. അല്ലാഹുവേ, നീ സൃഷ്ടിച്ചിരിക്കുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ, അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതാണ് ഈ ഭൂമിയും ഈ ആകാശവും, നമ്മൾ കാണുന്ന മുഴുവൻ വസ്തുക്കളും അള്ളാഹ് സൃഷ്ടിച്ചതാണ്, അള്ളാഹ് പടച്ചതാണ്. ഈ വസ്തുക്കളുടെ എല്ലാം എണ്ണത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും ചെയ്യണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം. അപ്പോൾ എത്രമാത്രം ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് എല്ലാവരും മനഃപ്പാടമാക്കി ഇത് പ്രത്യേകം ചൊല്ലുക. ഈ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠതയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല. അതോടൊപ്പം തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത്, അത് നമ്മൾ എന്തായാലും പറയണം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഹജ്ജിലൂടെ, ഉദ്ഹിയ്യത്തിലൂടെ, ബലിപെരുന്നാളിലൂടെ നമ്മൾ ആവർത്തിക്കുന്നത്, നമ്മൾ അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് മഹാനവറുകളുടെ പേര് പരാമർശിച്ചിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു ദിവസം നമ്മൾ നിസ്കാരത്തിൽ പറയാറുണ്ട്. അതല്ലാതെ നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പറഞ്ഞിരിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. നമ്മൾ നിസ്കാരത്തിൽ പറയുന്ന സ്വലാത്താണ്. ആ സ്വലാത്തൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാതെ നമ്മുടെ നാവിൽ, കാരണം അതൊക്കെ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നത് കൊണ്ട് അതൊന്നും നമ്മൾക്ക് മറന്നു പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന, എൻ്റെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്യുന്ന സമയത്ത്, ഇനി നിസ്കാരം ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ പറയാവുന്നതാണ്. ഈ ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറയാവുന്നതാണ്. അതുകൊണ്ട് അസുലഭ മുഹൂർത്തമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. യൗമുത് തർവിയ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 8. ആ ദുൽഹിജ്ജ 8ൻ്റെ രാവിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് പഞ്ചാര കുന്നിന്മേൽ തേന്മഴയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. വലിയ ഇബാദത്തുകൾക്ക് അല്ലാഹു പുണ്യം ഒരുപാട് ചെയ്യുന്ന, പ്രത്യേകിച്ച് ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ 70ഉം 700ഉം, അതായത് റമളാനിൻ്റെ അവസാനത്തെ ആ ദിനങ്ങളെ പോലെ തന്നെയാണ് ഈ ഒരു ദുൽഹിജ്ജയുടെ 1 മുതൽ 10 വരെയുള്ള ആദ്യത്തെ ദിവസങ്ങൾ. അതുകൊണ്ട് എന്ത് ചെയ്യുക, എന്തായാലും ഞാനിത് പ്രയോജനപ്പെടുത്തുമെന്നുള്ള നല്ല നീയത്ത് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ
നാളെ ദുൽഹിജ്ജ 8 നമുക്ക് നാളെയാണ്, നമ്മൾ നോമ്പുകാരായിരിക്കുക. പ്രത്യേകം നാളെയാണ് നമുക്ക് യൗമു തർവിയ. അതുകൊണ്ട് നാളെ എന്തായാലും ഇൻഷാ അല്ലാഹ് സുന്നത്ത് നോമ്പ് പിടിക്കും എന്ന് നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതുക. എന്താണ് സുന്നത്ത് നോമ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, മൻ സ്വാമഹു, ഒരു മനുഷ്യൻ ഈ യൗമു തർവിയയിൽ നോമ്പ് പിടിച്ചാൽ, ദുൽഹിജ്ജ 8 ആ ദിവസത്തിൽ ഒരു മനുഷ്യൻ നോമ്പ് പിടിച്ചാൽ, ഉഅ്തിയ മിൻ അജ്രി മാ ലാ യഅലമു ഇല്ലല്ലാഹ്, അതായത് ആ ദിവസം നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കും. എന്താണ് പ്രതിഫലം? ലാ യഅലമു ഇല്ലല്ലാഹ്, അത് അള്ളാഹ്ക്ക് മാത്രം അറിയൂ, അള്ളാഹുവിന് മാത്രമേ അറിയൂ. നമ്മുടെ മക്കളുണ്ട്, അതുപോലെ നമ്മുടെ ഒരുപാട് ശിഷ്യന്മാരെല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ നമ്മളൊരു മത്സരം നടത്തി, എല്ലാവരും വിജയിച്ചു എന്ന് വെക്കുക, നമ്മളെല്ലാവർക്കും സമ്മാനം കൊടുക്കും. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ മകൻ ഇരിപ്പുണ്ട്. മകൻ ചോദിക്കുന്നു, എൻ്റെ ഉപ്പ എനിക്കില്ല സമ്മാനം, നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ വീട്ടിൽ ചെന്നിട്ട് തരാം. എന്താ ഒരു സ്പെഷ്യൽ പരിഗണനയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് കൊടുത്തതിനേക്കാൾ ഒരുപക്ഷെ വിലപിടിപ്പുള്ള സമ്മാനമാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണെന്ന് മറ്റുള്ളവർക്കറിയില്ല, അത് നമുക്ക് മാത്രമേ അറിയൂ. എന്നതുപോലെ എല്ലാവർക്കും അള്ളാഹുവാണ് എന്ത് ചെയ്യുക? അവർ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് പ്രതിഫലം കൊടുക്കുക. പക്ഷെ ഈ ദിവസം നോമ്പ് പിടിച്ചതിൻ്റെ പ്രതിഫലം അത് അള്ളാഹുവാണ് കൊടുക്കുക. എന്താണ് കൊടുക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് വലിയ പ്രതിഫലമാണ്. നാളെ നമ്മൾ നോമ്പുകാരായിരിക്കുക, യൗമു തർവിയയാണ്. അതോടൊപ്പം തന്നെ നോമ്പ് പിടിക്കുമ്പോൾ നമ്മൾ എന്താണ് നിയ്യത്ത് വെക്കേണ്ടത്? നിയ്യത്ത് വെക്കേണ്ടത് വേറെ ഒന്നുമല്ല, എന്ത് ചെയ്യുക? ദുൽഹിജ്ജ 8 സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചുവിടും. ദുൽഹിജ്ജ 8 സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചുവിടുന്നു. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ യൗമു തർവിയയുടെ സുന്നത്തായ നോമ്പ് എന്നും വെക്കാം. അതോടൊപ്പം തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുള്ള ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാകും. അവർക്ക് ഈ നിയ്യത്ത് വെച്ചാൽ ആ 2 നോമ്പിൻ്റെയും പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് മറന്നു പോവണ്ട, അസുലഭ മുഹൂർത്തമാണ്. നഷ്ടപ്പെടുത്തിയാൽ നമ്മൾ പിന്നെ നിരാശരാവേണ്ടി വരും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഈ കുടുംബത്തിലേക്ക് ചേർന്ന് നിന്നതുപോലെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഹജ്ജും ഉംറയൊക്കെ നമ്മുടെ പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും പോയിട്ടുള്ള ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും ഹജ്ജുകളെ അള്ളാഹു തആല മഖ്ബൂലും മബ്റൂറുമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ദിവസത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തിനും അള്ളാഹു ഒരുപാട് പ്രതിഫലം ഓഫർ ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും കരസ്ഥമാക്കാൻ തൗഫീഖ് റബ്ബ് തന്നെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഉമ്മമാർ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ, ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ, മക്കളുടെ സ്വഭാവം നന്നാകാൻ, വീടുണ്ടാവാൻ, അതുപോലെ ജോലിയിൽ ബറക്കത്തുണ്ടാവാൻ, അങ്ങനെ രോഗങ്ങൾ മാറാൻ ഒരുപാട് ദുആ വസിയത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം നമ്മളോട് ദുആ വസിയത്ത് നടത്തിയിട്ടുണ്ടോ എല്ലാവരുടെയും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങൾ അല്ലാഹു തആല ശിഫയാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.